ഗൈസ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് കേൾക്കുക. നിങ്ങൾ പല വിധത്തിലുള്ള ലെൻസുകളുടെ റിവ്യൂ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് ഒരു വീഡിയോയിലും ഒരു വ്യക്തിയും ലെൻസിൽ ഫോക്കസിങ് ഉണ്ടെന്ന് പറയുന്നില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഫോക്കസിങ് ഉള്ള ഒരു ലെൻസിനെ കുറിച്ചാണ്. ഈ ലെൻസ് അൺബോക്സിംഗ് ഒന്നുമല്ല, ഞാൻ യൂസ്ഡ് റിവ്യൂ ആണ്, ഞാനിത് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഈ ലെൻസ് വാങ്ങിയത് പേടിഎം എന്ന ആപ്ലിക്കേഷനാണ്. പേടിഎം മാളിൽ നിന്നാണ് ഞാനത് വാങ്ങിയത്. അപ്പോൾ ഏകദേശം 950 രൂപ മറ്റാണ് ചിലവായത്. വാങ്ങിയിട്ട് ഏകദേശം 5-6 മാസങ്ങൾ ആയി. അപ്പോൾ ഇത് വാങ്ങിയപ്പോൾ കിട്ടിയത് ഒരു 8x ലെൻസാണ്, ടെലിഫോട്ടോൻ്റെ ലെൻസാണ്. അപ്പോൾ ഈ ലെൻസാണ് നമ്മുടെ മെയിൻ ലെൻസ്. ഇതിൽ സൂമിങ്ങും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ബ്ലറാവുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അതിൻ്റെ ക്ലിപ്പാണ്, അത് മൊബൈലിൽ ഹാൻഡിൽ ചെയ്യുന്ന ക്ലിപ്പാണിത്. അതുപോലെ തന്നെ ഒരു മാക്രോ ലെൻസ്, ഇതാണ് നമ്മുടെ മാക്രോ ലെൻസ് കിട്ടി. കൂടാതെ ഒരു ഫിഷ് ഐ ലെൻസും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അതെനിക്ക് നഷ്ടപ്പെട്ടു പോയി. അടുത്തതായി റിമോട്ട് കൺട്രോളിങ് വഴി ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ബാറ്ററി വഴിയാണ്, ഇതുവഴി ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത് നമുക്ക് ഫോട്ടോസ് എടുക്കാവുന്നതാണ്. കൂടാതെ ഒരു സെൽഫി സ്റ്റിക്കും അതേപോലെ തന്നെ ഒരു ട്രൈപോഡും കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ട്രൈപോഡിൽ സെൽഫി സ്റ്റിക്ക് ഹാൻഡിൽ ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ സെൽഫി സ്റ്റിക്കും ഹാൻഡിൽ പിന്നെ കാണിച്ചു തരേണ്ട പ്രത്യേക ആവശ്യമില്ല. അപ്പോൾ ഇത് നമ്മുടെ ലെൻസാണ്, മെയിൻ ലെൻസ്. ഇത് നമ്മൾ ഹാൻഡിൽ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാമറയിൽ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ ക്യാമറയിൽ ഈ അറ്റത്തിൻ്റെ, അതായത് ഈ ലെൻസിൻ്റെ സൈഡിൽ ചെറിയ ഭാഗങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ എത്രത്തോളം ടൈറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ടൈറ്റ് ചെയ്യാം. ഇത് നമ്മൾ മൊബൈലിലേക്ക് ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ നമ്മളിത് ഹാൻഡിൽ ചെയ്യുന്നതിനൊരു കാര്യം പറയാൻ പറ്റുപോയി. ഇത് അഡ്ജസ്റ്റബിളാണ്. നമുക്കിത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ലെൻസിൻ്റെ വലിപ്പം അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ദൂരെയുള്ള വസ്തുവാണ് ഫോക്കസ് ചെയ്യേണ്ടതെങ്കിൽ ഇതിൽ റൈറ്റ് സൈഡിലേക്ക് തിരിക്കുക, അടുത്തുള്ളതാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കുക. അതിനാണ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ നമുക്കിത് ഹാൻഡിൽ ചെയ്യാം. ശരിയായ രീതിയിലേക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഗൈസ്, നമ്മുടെ ലെൻസ് സെറ്റായി നിന്നിട്ടുണ്ട്. ശേഷം നമ്മളിവിടെ ഫോക്കസിങ്ങിൽ അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ തെങ്ങിനെ ഫോക്കസ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും, തെങ്ങ് നല്ല ക്ലിയറിൽ ഫോക്കസ് ആയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ ബ്ലറും ആയിട്ടുണ്ട്. നമുക്കിനി അടുത്ത സ്പേസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഫുള്ള് ബ്ലറായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ലെൻസിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തതിനനുസരിച്ച് ഫോക്കസ് ആവുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, ഇപ്പോൾ ഒന്നിലും തന്നെ ഫോക്കസ് ആയിട്ടില്ല. ബിക്കോസ് ഇത് അടുത്തുള്ള, അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചിട്ടാണുള്ളത്. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ ദൂരം കൂടുന്തോറും റൈറ്റ് സൈഡിലേക്ക് തിരിച്ചു കൊടുക്കും തോറും ഫോക്കസ് ആവുന്നത് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ആ മരം ഫോക്കസ് ആയിട്ട് കാണാം. അതിന് തൊട്ടപ്പുറത്തുള്ള ബിൽഡിംഗ് ഒക്കെ ബ്ലറായിട്ടും കാണാം. അപ്പോൾ നമ്മൾ ഒരല്പം കൂടി തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മരം ബ്ലറായിട്ട് ആ ബിൽഡിംഗ് ഒക്കെ ഫോക്കസ് ആവുന്നത് കാണാം. അപ്പോൾ ഇതാണ് ഈ ലെൻസിൻ്റെ പ്രത്യേകത. അപ്പോൾ ഞാൻ കണ്ടെടുത്തോളം ആരും തന്നെ ഇത്തരമൊരു ലെൻസിൻ്റെ റിവ്യൂ ഇട്ടതായിട്ട് കണ്ടിട്ടില്ല. ഇന്ന് നല്ല രീതിയിൽ ഫോക്കസ് ആയിട്ടുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നല്ല രീതിയിൽ ബ്ലറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എനിക്ക് എൻ്റെ ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. കൂടെ ആരുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ലെൻസുകളെ കുറിച്ച് നിങ്ങൾ പല റിവ്യൂ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഇതുപോലൊരു റിവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ സംശയവുമില്ല. ബിക്കോസ് ഞാൻ യൂട്യൂബിൽ പല യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ എടുത്ത് നോക്കി
അപ്പോൾ അവരൊക്കെ ലെൻസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, പക്ഷേ അതിൽ സൂമിംഗ് ആണ് പറയുന്നത്. മാത്രമല്ല കുറച്ച് കാലം മുന്നേ ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു, ഒരു വ്യക്തി ലെൻസ് വാങ്ങിയിട്ട് അതിന് ഉപകാരമില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ. അപ്പോൾ ഇത് പല റേറ്റിലുള്ളത് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ 900 സംതിങ് രൂപയിലാണ് വാങ്ങിയത്. അത് ഓഫറുള്ള ടൈമിൽ വാങ്ങിയത് കൊണ്ടാണ് 900 സംതിങ് കിട്ടിയത്. അപ്പോൾ ഇത് നല്ലൊരു ലെൻസ് ആയതുകൊണ്ടാണ് ഞാൻ അത്രയും ക്യാഷ് മുടക്കി വാങ്ങിയത്. അല്ലാതെ 150 രൂപ 200 രൂപക്കൊക്കെ ലെൻസ് ഉണ്ട്. അതൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ വെറും സൂമിങ് മാത്രമായിരിക്കും, ബാക്ക്ഗ്രൗണ്ട് ബ്ലറാവുക തുടങ്ങി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇതെങ്ങനെ ഫോക്കസ് ചെയ്തു, അല്പം കൂടി റൈറ്റ് സൈഡിലേക്ക് ലെൻസ് അഡ്ജസ്റ്റ് ചെയ്താൽ ഇതെങ്ങനെ ബ്ലറായി ബാക്ക്ഗ്രൗണ്ട് ഫോക്കസ് ആകും. അപ്പോൾ നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാൻ സാധിക്കുന്ന ഒരാളാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഫോട്ടോസ് ഈ ലെൻസ് വഴി എടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ലെൻസ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മരം കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളിത് അവിടെയുള്ള ബിൽഡിംഗാണ് അത്രയ്ക്കും ക്ലിയറിൽ ഫോക്കസ് ചെയ്ത് കിട്ടിയത്. മാത്രമല്ല ഇപ്പോൾ നമ്മൾ തെങ്ങിലേക്ക് സൂം ചെയ്തിട്ട് എത്ര തന്നെ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിലും ബാക്ക്ഗ്രൗണ്ട് എന്ത് ചെയ്യില്ല, ബ്ലറാവില്ല. സൂം ചെയ്താൽ ഒട്ടും ബാക്ക്ഗ്രൗണ്ട് ബ്ലറാവുകയോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് കിട്ടുകയില്ല. അപ്പോൾ അതാണ് ഈ ലെൻസിൻ്റെ മെയിൻ ഉപകാരം. ഓക്കെ, അപ്പോൾ നമ്മൾ ലെൻസ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മരം കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളിത് അവിടെയുള്ള ബിൽഡിംഗാണ് അത്രയ്ക്കും ക്ലിയറിൽ ഫോക്കസ് ചെയ്ത് കിട്ടിയത്. മാത്രമല്ല ഇപ്പോൾ നമ്മൾ തെങ്ങിലേക്ക് സൂം ചെയ്തിട്ട് എത്ര തന്നെ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിലും ബാക്ക്ഗ്രൗണ്ട് എന്ത് ചെയ്യില്ല, ബ്ലറാവില്ല. സൂം ചെയ്താൽ ഒട്ടും ബാക്ക്ഗ്രൗണ്ട് ബ്ലറാവുകയോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് കിട്ടുകയില്ല. അപ്പോൾ അതാണ് ഈ ലെൻസിൻ്റെ മെയിൻ ഉപകാരം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ലെൻസ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു മാക്രോ ലെൻസും ഒരു ഫിഷ് ഐ ലെൻസും കൂടിയുണ്ട്. അതിൽ ഫിഷ് ഐ ലെൻസ് നഷ്ടപ്പെട്ടു പോയി. മാക്രോ ലെൻസിൻ്റെ വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ മാക്രോ ലെൻസ്. അപ്പോൾ മാക്രോ ലെൻസിന് വേറെ ഒരു ഹാൻഡിൽ ക്ലിപ്പാണ്, ബിക്കോസ് അത് മാക്രോ ലെൻസിൻ്റെ ആ ത്രെഡ് വരുന്ന ഭാഗം അല്പം ചെറുതാണ്. അപ്പോൾ അതിന് വേറെ ഒരു ഹാൻഡിലാണുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് പ്ലഗ് ഇൻ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ മാക്രോ ലെൻസ്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ മൊബൈലിൽ കണക്ട് ചെയ്യാം, ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, ഈ മാക്രോ ലെൻസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഫുള്ള് നിങ്ങൾക്ക് ഒന്നും ഇപ്പം കാണാൻ സാധിക്കില്ല, ബിക്കോസ് ഇത് മാക്രോ ലെൻസാണ്. അപ്പോൾ ഈ ലെൻസിൻ്റെ ഏറ്റവും അടുത്ത് ആയിട്ട് എന്തെങ്കിലും വന്നാൽ മാത്രമേ ഇത് ഫോക്കസ് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് എൻ്റെ വിരൽ അടുത്ത് വന്നപ്പോൾ നല്ല ക്ലിയറിൽ വിരൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇത് മാക്രോ ലെൻസിൽ ഉള്ള ഒരു വിഷ്വലാണ്. നമ്മുടെ മാങ്ങ, അതായത് മാവിൻ്റെ എന്താ പറയാമെന്ന് എനിക്കറിയില്ല ഗൈസ്. അപ്പോൾ ഇതാണ് ഇത് മാക്രോ ലെൻസിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ എന്ന് വെച്ചാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ക്ലിയറിൽ അടുത്ത് പോയി വെക്കുമ്പോൾ കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ വീടിൻ്റെ പുറത്ത് നിന്നാണ്, അതായത് വീടിൻ്റെ മുകളിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ എന്താ പറയുക, കാക്കയുടെയും കാറ്റിൻ്റെയൊക്കെ ശബ്ദം കുടുങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ എന്താ പറയുക, ക്ഷമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സ്പ്രെഡ് ട്യൂബ് എന്ന എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക.